ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റൂം ക്ലീനിങ് ആണേ. നമ്മുടെ റൂം ഒന്ന് നന്നായിട്ടൊന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ദിവസമായി ഞാൻ റൂം ഒന്ന് എല്ലാതും ഒന്ന് മാറാൽ തട്ടിയെടുക്കണം എന്ന് വിചാരിക്കണേ. രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഈ പരിപാടിയിലേക്ക് നിൽക്കുന്നത്. നമ്മുടെ രാവിലത്തെ കുക്കിങ്ങൊക്കെ 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പണികളൊക്കെ ഒരുങ്ങാറുണ്ട്. പിന്നെ റിച്ചർഡിനെ കുളിപ്പിക്കലും അലക്കാനുള്ളതും അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടാവാറുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് റിച്ചും ഞാനും ഫ്രീ ആയിരിക്കുമ്പോഴാണ് ഞങ്ങൾ റൂമൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. കുറേ ദിവസമായി കരുതുന്നു. അപ്പോൾ ഇന്നാണൊന്ന് തട്ടിക്കൂടിയത് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് രാവിലെ നല്ല മഴ കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മളെ ക്ലീനിങ് ഒന്ന് വൈകിയത്. മഴ ആയി കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ പുറത്ത് വയ്ക്കാൻ കഴിയില്ല. കാരണം പുറത്ത് വെക്കാതെ നമ്മൾ ക്ലീൻ ചെയ്യാന്നുള്ളതൊരു സുഖമില്ലാത്തൊരു ക്ലീനിങ് ആയിരിക്കും. കാരണം പൊടിയും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നമ്മളെ സാധനം കൂടെ ഒക്കെ ആവുന്നതല്ലേ. അപ്പോൾ നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ തട്ടിയിട്ട് കൊടുന്ന് ക്ലീൻ ചെയ്ത് കൊടുന്ന് വെക്കുകയാണെങ്കിൽ അതൊരു വൃത്തിയാണല്ലോ. നമ്മുടെ അലമാരിൻ്റെ മുകളിൽ കുറച്ച് കണ്ണിക്കണ്ട ബുക്സും, കണ്ണിക്കണ്ടതല്ല എൻ്റെ പഴയ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ തട്ടിക്കോട്ടും അല്ലെങ്കിലൊക്കെ അടുക്കി പെറുക്കി വെക്കുമ്പോഴാണല്ലോ നമ്മളത് കാണാതെ പോയ സാധനങ്ങളും പിന്നെ നമ്മൾ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് എടുത്ത് വെച്ചതൊന്നും നമുക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ടായില്ല. പിന്നെ നമ്മൾ തട്ടിക്കൂട്ടി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോഴാണ് നമ്മൾ കാണുക. അങ്ങനെ കണ്ടപ്പോൾ റിച്ചോട്ടിന് പണ്ട് ഞാൻ കട്ടയും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അന്ന് ചെറുപ്പത്തിലൊന്നത് വായിലിടുകൊണ്ട് ചെറിയ കട്ടകളുണ്ടാവുമല്ലോ, അത് വായിലിടുകൊണ്ട് അത് മാറ്റി വെച്ചിരുന്നു. അതൊക്കെ എൻ്റെ അലമാരിൻ്റെ മുകളിലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ റിച്ചൂട്ടൻ്റെ അലമാരിൻ്റെ മുകളിൽ നല്ല പൊടിയാണ് കേട്ടോ എപ്പോഴും. ഞാനാണെങ്കിൽ എപ്പോഴും തുടയ്ക്കുന്ന ഒരു ഏരിയയാണ് അവൻ്റെ അലമാരിൻ്റെ മുകളിൽ എന്ന് പറയുന്നത്. കാരണം നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരു ഇതാണല്ലോ. അല്ലാത്തതൊക്കെ ഹൈറ്റ് കൂടിയതാണ്. ഇതിപ്പോൾ നമ്മളൊരു ഏകദേശം ഹൈറ്റിലുള്ളൊരു സ്ഥലമാകുമ്പോൾ നമുക്ക് എപ്പോഴും കാണുന്നതാണ്. അപ്പോൾ പൊടി കാണുമ്പോൾ നമുക്ക് എന്തൊരു പൂർത്തിയിടാണ് കേട്ടോ. റിച്ചൂട്ടുണ്ടായതിന് ശേഷം അവൻ്റെ ഓരോ മാസത്തിലുള്ള ഫോട്ടോസും ഞാൻ എടുത്തു വയ്ക്കായിരുന്നേ. എന്നിട്ട് അവൻ്റെ 1-ാം പിറന്നാൾക്ക് ഞാൻ മീഷോന്ന് ചെയ്യിച്ചതാണ് കേട്ടോ ഫ്രെയിം എന്ന് പറയണത്. റിച്ചൂട്ടിന് നമുക്ക് പുതിയ അലമാര കിട്ടണതിന് മുന്നേ നമ്മൾ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ ഈ വാർഡ്രോബ്സ് എന്ന് പറയണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യണത് നമ്മുടെ ചെരുപ്പ് വയ്ക്കാനും പിന്നെ കുറച്ച് PSCൻ്റെ ബുക്സും കാര്യങ്ങളാണെങ്കിലും റിച്ചൂട്ടൻ്റെ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ ആ ഒരു ഷെൽഫിലാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ അതിൻ്റെ ഷീറ്റും കാര്യങ്ങളും ഞാൻ കഴുകാറുണ്ട്. ഇപ്പോൾ പിന്നെ മഴ ദിവസം ആയതുകൊണ്ട് ഇന്ന് കഴുകിയിട്ടാഞ്ഞിപ്പോൾ എന്താ ഏതാണെന്ന് അറിയില്ല. മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിന്ന് കഴുകാനും പോയില്ല. നല്ലോണം ഇത് പൊടിയും കാര്യങ്ങളൊക്കെ തട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ പുറത്ത് വെച്ചിട്ടുള്ള ഫാനിൻ്റെ ഒരു ലീഫ് പൊട്ടിപ്പോയിട്ടുണ്ട്. അതെൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയൊരു അബദ്ധമാണ്. ഞാൻ രാജേട്ടൻ്റെ ഫോണ് പുറത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഞാനത് അകത്ത് ഞങ്ങൾ റൂമിലാണ് കിടക്കണത്. അപ്പോൾ കിടക്കണോടത്ത് ഫോൺ ചാർജ് ചെയ്യാൻ വിചാരിച്ചിട്ട് ചാർജർ കൊണ്ട് ഉള്ളിലേക്ക് വന്നപ്പോൾ അറിയാതെ ചാർജറിൻ്റെ വള്ളി നമ്മുടെ ഫാനിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് അതിൻ്റെ ലീഫ് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഒരു ലീഫ് പൊട്ടിയാലും കറങ്ങുമല്ലോ വിചാരിച്ച് ഞാൻ കറക്കിയൊക്കെ നോക്കി. പക്ഷേ ലീഫ് ഇല്ലെങ്കിൽ ഒട്ടും ശരിയാവണില്ല. അപ്പോൾ നമുക്കിനി അത് ഒന്ന് വാങ്ങേണ്ടിയിരിക്കണ്. നമ്മുടെ വീടിൻ്റെ മേൽക്കൂര എന്ന് പറയുന്നത് ആസ്പെറ്റോസാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വേനൽക്കാണ് ഞാൻ ഈ ബെഡ്ഷീറ്റ് കൂട്ടി യോജിപ്പിച്ചിട്ട് ഉള്ളിൽ ഇങ്ങനൊരു ഇത് കെട്ടിയിട്ടുള്ളത്. കാരണം നല്ല ചൂടായപ്പോൾ ഞാൻ കവുങ്ങിൻ്റെ പട്ടാളുണ്ടല്ലോ, കവുങ്ങിൻ്റെ പട്ടാൾ ഷീറ്റിൻ്റെ മുകളിലും താഴെ ഇങ്ങനെ ബെഡ്ഷീറ്റ് കൊണ്ട് കോട്ടൻ്റെ ബെഡ്ഷീറ്റ് കൊണ്ട് ഇങ്ങനെ കെട്ടും ചെയ്തിട്ട് ചെറിയൊരു ആശ്വാസം കിട്ടിയിരുന്നു കേട്ടോ. കഴിഞ്ഞ കൊല്ലം അതിന് മേലത്തെ കൊല്ലമൊക്കെ നല്ല ആയിരുന്നു. പിന്നെ റിച്ചൂട്ടിനും ചെറിയ കുട്ടിയാണല്ലോ, അപ്പോൾ അന്ന് അങ്ങനെ ചെയ്തിട്ട് ചെറിയ ആശ്വാസമൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് പട്ടയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് പിന്നെ ചൂടുണ്ടോ വെച്ചുണ്ടായിരുന്നു. അപ്പോൾ 2 ഫാനൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടൊക്കെ തന്നെ ആയിരുന്നു ഇതിനുള്ളിൽ കഴിഞ്ഞു പോയിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ നല്ലോണം ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്താൽ നാളെ തന്നെ നമുക്ക് മാറാലും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. എത്ര നമ്മൾ തട്ടിക്കൊട്ടിയാലും അല്ലെങ്കിൽ എത്ര നമ്മൾ അടിച്ചൊരി തുടച്ചിട്ടാലും വൃത്തിയാക്കിയാലും പിന്നെ അത് പഴയ പാടി തന്നെ ആവും. എങ്കിലും നമ്മളൊക്കെ ഒന്ന് മനസ്സിനൊരു ആശ്വാസത്തിനാണെങ്കിൽ എന്താ പറയുക, അത് എടുക്കണവർക്ക് ഓരോന്നോരോരോ സംതൃപ്തി ഉണ്ടാവുമല്ലോ. ആ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ തന്നെ ഉള്ളൂ കേട്ടോ.
കുട്ടിക്ക് എന്താ പണി? എന്താ പണി? അപ്പം നമ്മൾ നമ്മുടെ മാറാലൊക്കെ തട്ടിക്കഴിഞ്ഞ് ഒക്കെ അടിച്ച് വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ സാധാരണ ഉള്ളിലേക്ക് വെക്കുന്നത്. അപ്പോഴേക്കും നമ്മൾ ശ്രീകുട്ടിയും കുട്ടിപ്പട്ടാളങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് യൂസും ആദ്യമൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയില്ല അങ്ങോട്ടുള്ള വീഡിയോസും കാര്യങ്ങളും നമുക്ക് ശ്രീകുട്ടിയാണ് എടുത്തു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അലമാരയും കാര്യങ്ങളൊക്കെ തുടച്ചെടുക്കുകയാണ്. കാരണം നല്ലോണം പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് വെള്ളത്തിലൊക്കെ മുക്കി കൊടുന്ന് നല്ലോണം തുടച്ചെടുക്കുകയാണ് കേട്ടോ. റിച്ചൂട്ടൻ്റെ അലമാര നമ്മൾ ചെറുതായിട്ട് വെള്ളത്തിൽ ചെറിയൊരു നനവിലോട്ട് തുടച്ചെടുത്തിട്ടില്ലെങ്കിൽ നമ്മൾക്കത് ചീത്തയായി പോകും കേട്ടോ. നമ്മൾ തുടച്ചെടുത്തുകൂടെയൊക്കെ നമ്മുടെ കുട്ടികളെ ചവിട്ടി ചളിയാക്കണമൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും വലിയ ഇതൊന്നുമില്ല. അവരുടെ കാലൊക്കെ ഞാൻ കഴുകിയിട്ട് തന്നെ പിന്നെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഇനി ചൂട് എടുക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ഫാനൊക്കെ നേരെ തുടച്ച് വൃത്തിയാക്കിയിട്ട് കേട്ടോ. അപ്പോൾ കുട്ടികളെ ഇനി റൂമിലേക്ക് കയറ്റഞ്ഞിട്ട് എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് പൊടിയൊക്കെ തട്ടിയിട്ട് പുറത്ത് വെച്ച് ഓരോന്നും നമുക്ക് ഇനി റൂമിലേക്ക് കയറ്റണം കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പണി എന്ന് പറഞ്ഞാലാണ് കുറച്ച് റിസ്ക് എന്ന് തോന്നുന്നത്. റിസ്ക് അല്ല, കാരണം നമുക്ക് വലിച്ചിടാൻ ഭയങ്കര സുഖമായിരിക്കും. പിന്നെ അതുപോലെ ഒന്ന് ഒതുക്കി കെട്ടി വെക്കാനാണ് പിന്നെയുള്ള പാട് എന്ന് പറയണത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ടുള്ള ഇതിന് എല്ലാവരും സപ്പോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. കാരണം റിച്ചൂസും ഉണ്ട്, ഇവൂസും ഉണ്ട്, ആദ്യം ഉണ്ട്. ഇവരെല്ലാവരും കൂടിയിട്ടാണ് നമുക്ക് ഇനി എല്ലാ സാധനങ്ങളൊക്കെ കയറ്റി തരുന്നത്.
അപ്പം നമ്മുടെ റൂമിൻ്റെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമുക്ക് ബെഡ്ഷീറ്റും കൂടി വിരിച്ചിട്ട് നമ്മളെ റൂം സെറ്റായേ. നമ്മുടെ കുട്ടികൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഒരു താങ്ക്സ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബെഡ്ഷീറ്റും കൂടി വിരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.